സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും നമ്മുടെ അച്ചായൻസ് ഗോൾഡിലെ ടോണി അച്ചായനെ എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഈ പറയുന്ന ടോണി അച്ചായൻ ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസിൻ്റെയൊക്കെ താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ പറ്റി വരുന്ന സോഷ്യൽ മീഡിയയിലെ പല പല വീഡിയോസിൻ്റെയും ഈ പറയുന്ന ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ടോണി അച്ചായൻ ബന്ധപ്പെട്ടുള്ള കുറച്ചധികം വീഡിയോസ് കാണാനായിട്ടിടയായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റ് ബോക്സിൽ കുറച്ചധികം കമൻറ്റുകളും നമ്മളിപ്പോൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ പറയുന്ന ജനങ്ങളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത്, ജോലി കൊടുക്കുന്നത്, പണം കൊടുക്കുന്നത്, ഇതൊക്കെ പുള്ളിക്കാരൻ്റെ ബിസിനസ് ഐഡിയയാണ്. പുള്ളിക്കാരൻ്റെ ബിസിനസ് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് പുള്ളി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയും വീഡിയോസും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തിനോടനുബന്ധിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ ടോണി അച്ചായൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട്. ആ ഇൻസ്റ്റഗ്രാം ഐ ഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ഒരു ജോലി ചെയ്യാനായിട്ടുള്ളൊരു മാർഗം പുള്ളിക്കാരൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം, അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പാവപ്പെട്ട പല പല വൃദ്ധരായിട്ടുള്ള ആളുകൾക്കും ഈ പറയുന്ന സഹായങ്ങൾ, ഇപ്പം പണമായിട്ടാണെങ്കിൽ പണമായിട്ട്, വീടായിട്ടാണെങ്കിൽ വീടായിട്ട്, അങ്ങനെ അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ടോണി അച്ചായൻ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഈ പറയുന്ന സഹായം ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പണം വേണമല്ലോ. ആ ഒരു പണം പുള്ളിക്ക് കിട്ടുന്നത് അച്ചായൻസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പുള്ളിക്കാരനുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിലൂടെ പുള്ളിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു പങ്കാണ് ജനങ്ങൾക്ക് ഈ പറയുന്ന സഹായത്തിൻ്റെ രൂപത്തിൽ പുള്ളി ചെയ്യുന്നതെന്ന് പുള്ളി പല പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പണമില്ലാത്ത, അല്ലെങ്കിൽ താമസിക്കാൻ ഒരു സൗകര്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറയുന്ന ഒരേ ഒരു പേരാണ്, ടോണി അച്ചായൻ വരും, അച്ചായനെ എത്രയും പെട്ടെന്ന് അറിയിക്കാൻ നോക്ക്, അച്ചായൻ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ ഒരുപാട് ജനങ്ങൾ പുള്ളിക്കാരനെ ടാഗ് ചെയ്ത് ഈ പറയുന്ന കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കമൻസ് ഒക്കെ ജനങ്ങൾ ഇദ്ദേഹത്തെ ടാഗ് ചെയ്തുകൊണ്ട് അച്ചായൻ വരും, നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ജനങ്ങൾക്ക് അത്രയേറെ വിശ്വാസമാണ്. പുള്ളി ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്നുള്ളത് കൺഫേംഡ് ആയതുകൊണ്ടാണ് ഇവരെല്ലാവരും ഈ പറയുന്ന ഇത്തരത്തിലുള്ള വീഡിയോസിൻ്റെ താഴെ അച്ചായനെ ടാഗ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ചില വീഡിയോസും ചില കമൻസുമാണ് ഈ പറയുന്ന ടോണി അച്ചായൻ ഈ പറയുന്ന സഹായങ്ങളും, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടായാലും, അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കായാലും ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് തൻ്റെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും ഒരാൾക്കൊരു സഹായം ചെയ്യണമെന്ന് ഉള്ളിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. സോഷ്യൽ മീഡിയയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യില്ല. അത്തരത്തിൽ സഹായിക്കേണ്ടവർ ആരും അറിയാതെ സഹായിച്ചിട്ടേ പോവുള്ളൂ. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ഐഡിയ മാത്രമാണ് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നത് ഒരു വീഡിയോൻ്റെ താഴെയാണ്. ആ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ടോണി അച്ചായൻ ഒരു വണ്ടി എടുത്തു. ആ വണ്ടിയുടെ വില ഈ പറയുന്ന സോഷ്യൽ മീഡിയ റിവ്യൂസ് ചോദിച്ചപ്പോൾ 1.5 കോടി രൂപയാണ് ആ വണ്ടിയുടെ വില. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ്, എൻ്റെ വണ്ടിയിൽ എനിക്ക് മാത്രമല്ല പാവപ്പെട്ട ആർക്ക് വേണമെങ്കിലും കയറാം എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഉഡായിപ്പ് നമ്പറാണ്, തൻ്റെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്ലാനിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻസ് അതിൻ്റെ അടിയിൽ വരുന്നു. പക്ഷേ ഈ പറയുന്ന കമൻസിൽ ഭൂരിഭാഗവും വന്നിരിക്കുന്നത് ഫേക്ക് ഐ ഡി എന്നാണ്. ഫേക്ക് ഐ ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോളോവേഴ്സും ഫോളോവിങ്ങും ഒന്നുമില്ലാത്ത കുറേ ഐഡീസിൽ നിന്ന് ഇത്തരത്തിലുള്ള കുറേ കമൻസുകൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസിന് താഴെ എത്തുന്നു. അതായത് ജെനുവിനായിട്ടുള്ള ഒരു വളരെ ചുരുക്കം മാത്രമാണ് ഇദ്ദേഹത്തെ എതിർക്കുന്നവർ. ബാക്കിയുള്ള എല്ലാവരും ഇദ്ദേഹത്തെ മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കാരണം ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ടോണി അച്ചായൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു റോൾ മോഡലാക്കി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഒരു 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 റോൾ മോഡലാക്കി എടുക്കാൻ പറ്റും. റോൾ മോഡൽ എന്ന് ഞാൻ പറഞ്ഞത് ജനങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് മാത്രമല്ല. റോൾ മോഡൽ എന്ന് ഈ പറയുന്ന എല്ലാവർക്കും ജനങ്ങളെ സഹായിക്കണമെന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന സഹായങ്ങളും വിദ്യാഭ്യാസപരമായിട്ടും ഇത്തരത്തിലുള്ള വീട് വെച്ച് കൊടുക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവരുണ്ടാവും, ഉള്ളവരുണ്ടാവും. എല്ലാവർക്കും റോൾ മോഡലാക്കി എടുക്കാൻ പറ്റും. കാരണം മറ്റൊന്നുമല്ല,
ഈ പറയുന്ന ടോണി അച്ചായൻ താൻ സമ്പാദിക്കുന്ന മുഴുവൻ സമ്പാദ്യവും ഇതിനു വേണ്ടി കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന് ഒരു ഗംഭീരമായിട്ടുള്ള വീടുകളുണ്ട്, ഗംഭീരമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരാൾ ജീവിതത്തിൽ എന്തൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് അതൊക്കെ വാങ്ങാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. ഇപ്പം ലക്ഷറി കാറുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BMW, ബെൻസ്, പോർഷെ, ഡിഫൻഡർ, അതുപോലുള്ള ഒരുപാട് വാഹനങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ വരുന്ന വാഹനങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാവരുടെയും ഒരു ബേസിക് ആഗ്രഹമാണ്, ഇത്തരത്തിലുള്ള വാഹനങ്ങൾ സ്വന്തമാക്കുക, ഒരു അതിഗംഭീരമായിട്ടുള്ള വീട് സ്വന്തമാക്കുക, അതിഗംഭീരമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉടമസ്ഥതയിലാക്കുക എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അത് സാധിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം തനിക്ക് പറ്റുന്നത് പോലെ ചെയ്യാനായിട്ട് അദ്ദേഹം എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ബിസിനസ് കുറച്ചുകൂടി വളർത്താനായിട്ടുള്ള പ്ലാനിങ് ആണെന്ന് പറയുന്നവരോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഐഡിയ ആയിക്കോട്ടെ, ഇത് അദ്ദേഹം പ്ലാനിങ്ങിലോ ബിസിനസ് ഐഡിയയോ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർത്താനുള്ള മാർഗമോ എന്തുമായിക്കോട്ടെ, ഇതിലൂടെ പാവപ്പെട്ടവർക്ക് സഹായം കിട്ടുന്നുണ്ട്. അതുമാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്നുണ്ട്. അതും ഒന്നും രണ്ടും പേർക്കൊന്നുമില്ല, ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഒരുപാട് സഹായം. എന്ന് വെച്ചാൽ പണമില്ലാത്തവർക്ക് പണമായിട്ടാണെങ്കിലും ഈ പറയുന്ന വീടില്ലാത്തവർക്ക് വീടായിട്ടാണെങ്കിലും വിദ്യാഭ്യാസം നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ഒരുപാട് സഹായം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ടോണി അച്ചായൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ID എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. ഒരുപാട് ജനങ്ങൾക്ക് മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഐഡിയ ആണെങ്കിലും നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട, ജനങ്ങൾക്ക് സഹായം കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഈ പറയുന്ന പാവപ്പെട്ട ആളുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യം അദ്ദേഹത്തിനെ എതിർത്ത് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഈ ഒരു സോഷ്യൽ മീഡിയ കാരണം മാത്രമാണ് അദ്ദേഹത്തിന് ഇത്രയും പേരെ സഹായിക്കാനായിട്ട് സാധിച്ചത്, മറ്റൊന്നുമല്ല. ഈ പറയുന്ന അദ്ദേഹത്തിന് ഒരു സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയാണ്. അല്ല എങ്കിൽ ഈ പറയുന്ന ടോണി അച്ചായൻ സഹായിക്കുന്നത് താൻ കാണുന്ന തൻ്റെ ചുറ്റുപാടിലുള്ള ജനങ്ങളെ മാത്രമായിരിക്കും. ഇതിപ്പോൾ ഒരുപാട് ജില്ലകളിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം ഓടി ഓരോരുത്തർക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പുള്ളിക്കാരനെ വിളിച്ചും പുള്ളിക്കാരൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തും ഈ പറയുന്ന ഒട്ടും ജീവിക്കാൻ പറ്റാത്ത ജനങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ അറിയിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഈ പറയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത പക്ഷം താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിലുള്ള ആളുകൾക്ക് മാത്രമേ അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ എങ്ങനെ അറിയാൻ പറ്റും? ഈ പറഞ്ഞ ടോണി അച്ചായൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും അദ്ദേഹം പങ്കുവെക്കുന്നത് കൊണ്ടും കൃത്യമായിട്ട് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫാമിലിയെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടും എന്ന് ജനങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ടോണി അച്ചായൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടാതെയും സഹായിച്ച ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് പങ്കുവെക്കാൻ താല്പര്യമുള്ളവരുടെ മാത്രം വീഡിയോസ് അദ്ദേഹം പങ്കുവെക്കാറുള്ളൂ. അല്ലാത്തവരുടെ വീഡിയോസും കാര്യങ്ങളൊന്നും പങ്കുവെക്കാറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അറിഞ്ഞതും അങ്ങനെയൊക്കെ തന്നെയാണ്. അദ്ദേഹം ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നതിന് മുമ്പ് ആ ഒരു ഫാമിലിയുടെ വ്യക്തമായിട്ടുള്ള ഒരു അനുവാദം ചോദിച്ചിട്ട് അവരുടെ സപ്പോർട്ടോടുകൂടി ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വഴി അദ്ദേഹത്തിന് അതിലൂടെ കിട്ടുന്ന ആ ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഈ ഒരു സഹായത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടി ഈ പറയുന്ന കൂടുതലായിട്ട് ജനങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കുന്നതും ഒരാളുടെ വിദ്യാഭ്യാസ ചെലവുകൾ മൊത്തം നോക്കുന്നതും അല്ലെങ്കിൽ വീട്ടു സാധനങ്ങൾ മുഴുവനും വാങ്ങിക്കൊടുക്കുന്നതും അല്ലെങ്കിൽ ഒരു പുതിയ വീട് തന്നെ വാങ്ങിക്കൊടുക്കുന്നതും ഒരു ജോലി കൊടുക്കുന്നതൊക്കെ വളരെ ചെറിയ കാര്യമൊന്നുമല്ല. അതൊക്കെ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്ന ആ ഒരു വ്യക്തിയെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പിന്നെ ഇത്തരത്തിൽ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു ബാഡ് ഇംപ്രഷൻ ജനങ്ങൾക്കിടയിൽ ടോണി അച്ചായനെ പറ്റി ഉണ്ടാക്കുന്നത്? മറ്റുള്ള ആരെ പറ്റിയും അല്ലെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളെ പറ്റിയും ആക്ടേഴ്സിനെ പറ്റിയും ഇത്തരത്തിലുള്ള പല വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ പേജുകളിൽ കാണാറുണ്ട്. പക്ഷേ ടോണി അച്ചായൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പറ്റിക്കൊണ്ട് ഇത്രയും മോശമായിട്ടുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്നത് കണ്ടിട്ട് എനിക്കത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇത്രയും ജനങ്ങൾക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന വ്യക്തികളെ ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ ഇങ്ങനെയിട്ട് വലിച്ചു കീറാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ രീതിയിൽ പറ്റുന്ന രീതിയിൽ ജനങ്ങളെ സഹായിക്കട്ടെ.
അതുപോലെ തന്നെ അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന് ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് വഴി അദ്ദേഹം തൻ്റെ സ്വന്തം ജീവിതത്തിലും വേണ്ട രീതിയിലുള്ള നേട്ടങ്ങൾ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മളെ കൊണ്ട് സാധാരണക്കാരെ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് നേട്ടങ്ങൾ തൻ്റെ ജീവിതത്തിൽ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ടോണി അച്ചായൻ. അതുകൊണ്ട് തന്നെ താൻ സ്വന്തം സമ്പാദ്യം മുഴുവനായിട്ട് എടുത്ത് ജനങ്ങളെ സഹായിക്കുന്ന ഒരു മണ്ടനൊന്നുമല്ല പുള്ളിക്കാരൻ. കൃത്യമായിട്ട് തനിക്ക് വേണ്ടത് താൻ സമ്പാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ആ ഒരു വേദനയിൽ പുള്ളിക്കാരൻ പങ്കുചേർന്നുകൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം ഇത്രയും നമുക്ക് സാധാരണക്കാർക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് ഇത്രയും മോശമായിട്ട് പറയാനായിട്ട് പാടില്ല. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ഒരുപാട് താല്പര്യപ്പെട്ട് ആ ഒരു വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് താല്പര്യപ്പെട്ട് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം താൻ സമ്പാദിക്കുന്ന ആ ഒരു സമ്പാദ്യത്തിൻ്റെ ഒരു പങ്കാണ് ഈ പറയുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതൊക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇത്തരത്തിൽ ഒരുപാട് ഈ പറയുന്ന ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു വീഡിയോസിൻ്റെ താഴെ കമൻറ്റുകളൊക്കെ ഇട്ട് അദ്ദേഹത്തിനൊരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അല്ല, ഇതുപോലുള്ള പല വീഡിയോസും ഇത്തരത്തിലുള്ള പല കമൻസും ഇങ്ങനെ കണ്ടപ്പോൾ ഇതിനെപ്പറ്റി ഒരു കാര്യം കൃത്യമായിട്ട് സംസാരിക്കണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്